പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഒരു സംഭവം പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വാഹനമായ ഒട്ടകപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്ന രംഗമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം, അന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ഒട്ടകം പ്രായാധിക്യം കൊണ്ട് ഒരു അല്പം ദുർബലയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് ഒട്ടകത്തെ കയറാൻ തുടങ്ങിയപ്പോൾ ഒട്ടകം അതിനെ വഴങ്ങിക്കൊടുത്തില്ല. അപ്പൊ ആയിഷ ബീവിക്ക് കയറാൻ പറ്റാതെ ഒന്നുകൂടി താഴേക്ക് പോന്നു. അപ്പൊ രണ്ടാമത് ശ്രമിച്ചപ്പോ കുറച്ചുകൂടി ബലത്തിൽ ഒട്ടകത്തെ പിടിച്ചു. അപ്പോഴും കയറാൻ പറ്റിയില്ല. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഒട്ടകത്തെ കുറച്ചുകൂടി ബലമായി ഒരു പരുക്കനായ രൂപത്തിൽ ആ ഒട്ടകത്തെ പിടിച്ച് അതിലേക്ക് ഇങ്ങനെ ബലം പിടിച്ചാണ് കയറിയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിടുത്തവും ഒക്കെ ആ ഒട്ടകത്തിന് പ്രയാസം ഉണ്ടാക്കി. അപ്പൊ ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമന്റ്, യാ ആയിഷ അലൈക്കി ബിറിഫ്ഖ്, ആയിഷ ഒരു മയത്തിലൊക്കെ കയറ് എന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റിഫ്ഖുൻ എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സൗമ്യത എന്ന ആശയത്തിലാണ്. അത് മനുഷ്യന്മാരുമായിട്ട് ഇടപെടുമ്പോഴാണ് നമ്മൾ റിഫ്ഖ്, സൗമ്യമായിട്ട് ഇടപെടണം, സൗമ്യമായിട്ട് സംസാരിക്കണം, സൗമ്യമായിട്ട് പെരുമാറണം എന്നൊക്കെ. അതിന് തത്തുല്യമായ മറ്റൊരാശയമാണ് മറ്റേത് കാര്യങ്ങളും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഒരു മയത്തിൽ ഉപയോഗിക്കുന്നതാണ്. ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ പ്രത്യേകം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് ജീവനില്ല. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയണ്ട, നമ്മൾ ഒരു വില കുറഞ്ഞ ചെരുപ്പ് വാങ്ങുമ്പോൾ എന്താ പറയാറ്, അത് റഫ് യൂസിനാണെന്ന. അങ്ങനെ ഒരു റഫായിട്ടുള്ള യൂസ് ഒരു വസ്തുവിന് ഉണ്ടോ? അങ്ങനെ പാടില്ല എന്നാണ് നബി പറഞ്ഞത്. ഏത് വസ്തു ഉപയോഗിക്കുമ്പോഴും ഒരു മയത്തിൽ നമ്മൾ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴും മാന്യമായി സൗമ്യമായിട്ടും അല്ലാത്ത നിലക്ക് ഒരു വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെയും ഈ പറഞ്ഞ സൗമ്യതയുടെ ഒരു ഭാഗമായ മയത്തിലൊക്കെ ഏത് വസ്തുവും ഉപയോഗിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബി നടത്തിയ സംസാരം. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിങ്ങനെ നമ്മൾ റഫായിട്ട് ഉപയോഗിക്കേണ്ടതൊന്നും അല്ല. അതിനൊരു മയത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.